ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ SCERT ഏറെക്കുറെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 5 മുതൽ 10 വരെ ന്യൂ സിലബസ് പ്രകാരമുള്ള SCERTയിൽ 9ാം ക്ലാസ്സിലെ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ 10ാം ക്ലാസ്സിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്കുള്ളത് SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 9ാം ക്ലാസ്സിലെ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ ഭാഗങ്ങൾ മാത്രമേ കംപ്ലീറ്റ് ആക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് അതായത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചലന സമവാക്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ പോകുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കുട്ടിയുടെ സംശയമാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. എന്താണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ട്രെയിൻ പാലം മുഴുവനായും കടന്നു പോകാൻ എടുക്കുന്ന സമയം കണക്കാക്കാനാകുമോ? അപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിന് പാലം മുഴുവൻ കടന്നു പോകുന്നതിന് ആവശ്യമായ സമയം കണക്കാക്കാനാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൃത്യമായി കണക്കാക്കാൻ കഴിയും. പക്ഷേ അതിന് ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രെയിൻ കടന്നു പോകുന്ന ആ ഒരു പാലം കടന്നു പോകുന്നത് മുഴുവനായും നമുക്ക് കണക്കാക്കാൻ, ആ ഒരു സമയം കണക്കാക്കാൻ എന്ത് വേണം? നമുക്ക് ചില ചലനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം. ഇത്തരം സംശയം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? അതായത് കുട്ടിക്കുണ്ടായ ഇത്തരം സംശയം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ആ ഒരു ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ABCD എന്നിവ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന 4 ഇലക്ട്രിക് പോളുകളാണ്. അപ്പോൾ ഇവിടെ റോഡരികിൽ 4 ഇലക്ട്രിക് പോളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പേര് ABCD എന്നീ പേരുകളും നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്തടുത്ത 2 പോളുകൾ തമ്മിലുള്ള അകലം 40 മീറ്റർ വീതമാണ്. അപ്പോൾ ഈ ഓരോ പോളുകളും Aയും Bയും തമ്മിൽ 40 മീറ്റർ, Bയും Cയും തമ്മിൽ 40 മീറ്റർ അകലമുണ്ട്. അതുപോലെ Cയും Dയും തമ്മിലും 40 മീറ്റർ അകലമുണ്ട്. ഇവ ഓരോന്നും തമ്മിൽ എത്ര മീറ്റർ അകലം വ്യത്യാസമുണ്ട്? 40 മീറ്റർ വീതം അകലമാണുള്ളത്. പോൾ Bയുടെ ചുവട്ടിൽ നിന്നൊരു കുട്ടി Cയും കടന്ന് Dയിലെത്തി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോൾ Bയിൽ നമുക്ക് കാണാവുന്നതാണ്. പോൾ Bയിൽ ഇതാ ഒരു കുട്ടി നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് ഒരു കുട്ടി എങ്ങോട്ട് പോയി? C കടന്ന് എവിടെ എത്തി? Dയിലെത്തി. അതിനുശേഷം Dയിൽ നിന്നും തിരിച്ച് C എന്ന പോളിനരികിലെത്തി. അപ്പോൾ ആദ്യം ആ കുട്ടി എവിടെ നിന്ന് എവിടെ എത്തി? നമുക്ക് നോക്കാം. ആദ്യം പോയത് Bയിൽ നിന്ന് C വരെ 40 മീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് Cയിൽ നിന്ന് Dയിലേക്ക് 40 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും എവിടെയാണ്? നമ്മുടെ Dയിൽ നിന്ന് Cയിലേക്കും 40 മീറ്റർ സഞ്ചരിച്ചു. കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര? അപ്പോൾ നമുക്കിത് ടോട്ടൽ കൂട്ടിയാൽ നമ്മുടെ ആ ഒരു അളവ് കിട്ടും. എത്രയാണ്? 40 40 80, 8 4 12, അങ്ങനെ 120 മീറ്ററാണ് കുട്ടി ആകെ സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണെന്ന് നമുക്ക് പറയാം. 120 മീറ്ററാണ് കുട്ടി ആകെ സഞ്ചരിച്ച ദൂരം. കുട്ടിയുടെ ആദ്യ സ്ഥാനമായ Bയും ഇപ്പോഴത്തെ സ്ഥാനമായ Cയും തമ്മിലുള്ള അകലം എത്രയാണ്? അപ്പോൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? Bയിൽ. ആദ്യം എവിടെയായിരുന്നു നിന്നത് കുട്ടി? ആദ്യം Bയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? Cയിലാണ് നിൽക്കുന്നത്. ഈ Cയും Bയും തമ്മിലുള്ള അകലം എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യ സ്ഥാനമാണ് B, ഇപ്പോഴത്തെ സ്ഥാനം C. ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? 40 മീറ്റർ ആണ്. 40 മീറ്റർ.
ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ആകാം? അപ്പോൾ ഇനി ബിയിൽ നിന്ന് കുട്ടി എവിടെയൊക്കെയാണ്? 40 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ബിയിൽ നിന്ന് വേണമെങ്കിൽ എയിലോട്ട് 40 മീറ്റർ ദൂരം സഞ്ചരിക്കാം, ഇങ്ങോട്ടും പോകാം 40 മീറ്റർ, വേണമെങ്കിൽ ബിയിൽ നിന്ന് സിയിലോട്ടും പോകാം 40 മീറ്റർ. അപ്പം അങ്ങനെയെങ്കിൽ കുട്ടിയുടെ ഈ ബിയിൽ നിന്നും 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ആകും? ഒന്നുകിൽ എ ആകും, അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയാകാം? സി ആകാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുട്ടിയുടെ സ്ഥാനം എവിടെയെല്ലാം ആകാം? അതിനുത്തരം നമ്മൾ പറഞ്ഞു. എന്താണ്? എയോ സിയോ ഒക്കെ ആകാം. ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താൽ സിയിൽ എത്തും? അപ്പോൾ ഇവിടെ ദിശയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? കുട്ടി മുന്നോട്ട് പോയാൽ ഏത് ദിശയാണ്? മുന്നോട്ടാണെങ്കിൽ കിഴക്കാണ്, മുകളിലോട്ടാണെങ്കിൽ വടക്ക് പോകാം, താഴോട്ടാണെങ്കിൽ തെക്ക്, ഈ സൈഡിലോട്ട് ലെഫ്റ്റിലോട്ടാണെങ്കിൽ പടിഞ്ഞാറ്. ഇതാണ് ആ ഒരു ദിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേറൊന്നുമില്ല, കുട്ടി മുന്നോട്ട് പോയാൽ ബിയിൽ നിന്ന് 40 മീറ്റർ ദൂരം ഏത് ദിശയിൽ യാത്ര ചെയ്താൽ സിയിലെത്തും? സിയിലെത്തേണ്ടതാണ്. അപ്പോൾ ഏത് ദിശയിൽ? ബിയിലാണ് നിൽക്കുന്നത്, സിയിലെത്താൻ എങ്ങോട്ട്? മുന്നോട്ട് പോകണം അല്ലേ? അപ്പോൾ ഇവിടെ ഏത് ദിശയിലാണ് യാത്ര ചെയ്യേണ്ടത്? കിഴക്ക്, ഈസ്റ്റായിട്ട് യാത്ര ചെയ്താൽ മതി, കിഴക്ക് വശത്തേക്ക് പോയാൽ മതി. ഇനി കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ സിയും തമ്മിലുള്ള അകലമാണ് കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ഥാനമാറ്റം, ആ സ്ഥാനമാറ്റത്തിൻ്റെ അളവെന്ന് പറയുന്നത് എവിടെയാണ്? കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ബി, ഇപ്പോഴത്തെ സ്ഥാനമായ സി, ഇവ തമ്മിലുള്ള അകലം. ഇവ തമ്മിൽ എത്ര അകലമുണ്ട്? ഇത് യാത്ര ചെയ്ത് പോയതെന്ന് നമുക്കവിടെ വിഷയമല്ല. ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര അകലമുണ്ട്, അതാണ് കുട്ടിയുടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. കുട്ടി പോയ ആ ഒരു സ്ഥാനമാറ്റത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 40 മീറ്റർ ആണ്. അപ്പോൾ ബിയിൽ നിന്ന് 40 മീറ്റർ കിഴക്ക് ദിശയിൽ യാത്ര ചെയ്താൽ കുട്ടിക്ക് സിയിലെത്താൻ കഴിയുമല്ലോ. അതിനാൽ ബിയിൽ നിന്നും സിയിലേക്ക് കിഴക്ക് ദിശയിൽ 40 മീറ്റർ എന്നതാണ് കുട്ടിയുടെ ഈ സന്ദർഭത്തിലെ സ്ഥാനാന്തരം. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? സ്ഥാനാന്തരം പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചേർത്ത് പറയേണ്ടി വരും? ഒരു ദിശ, അളവ്, ഇതൊക്കെ ചേർത്ത് പറയേണ്ടി വരും. അപ്പം അതാണ് നമുക്ക് എന്താണ് സ്ഥാനാന്തരം എന്നൊന്ന് നോക്കാം, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്താണെന്ന് നോക്കാം. രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എയും ബിയും ഇവ തമ്മിലുള്ള നേർരേഖ, വളഞ്ഞ വഴിയൊന്നും അല്ല, നേർരേഖ. ആ നേർരേഖ അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നു? ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം. അപ്പം രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേർരേഖ അകലം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നു. അതിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്നത് എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് എസ്. എസ് എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ദൂരത്തിൻ്റെ യൂണിറ്റായ മീറ്റർ. അപ്പോൾ ദൂരത്തിൻ്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് ആരുടെ യൂണിറ്റ്? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. ചിലപ്പോൾ എങ്ങനെ ചോദിക്കും? ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, എന്നാൽ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് വേറെ വല്ലതും തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ് എന്ന് പഠിച്ചു വെക്കുക. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ, അഥവാ സ്മാൾ ലെറ്റർ എം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സൂചിപ്പിക്കും. ഇനി നമ്മൾ പറയുന്നത് അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവുകളാണ് സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ അളവിനോടൊപ്പം എന്തുകൂടി പ്രതിപാദിക്കണം? ദിശ കൂടി. അളവ് ഇപ്പം 40 മീറ്റർ നമ്മൾ ഇങ്ങോട്ട് പോയി, കിഴക്കോട്ട് പോയി, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പോയി, ഇങ്ങനെ നമ്മൾ ദിശ കൂടി പ്രതിപാദിക്കുന്ന അളവുകളെയാണ് എന്തെന്ന് പറയുന്നത്? സദിശ അളവുകൾ എന്ന് പറയുന്നത്.
സദിശ അളവുകൾക്ക് അളവും ദിശയും ഉണ്ടാകും. അപ്പോൾ സദിശ അളവുകളുടെ പ്രത്യേകത എന്താണ്? സദിശ അളവുകൾക്ക് എന്തൊക്കെ ഉണ്ടാകും? ദിശയുണ്ടാകും, അതുപോലെ അളവും ഉണ്ടാകും. ദിശ ആവശ്യമില്ലാത്ത അളവുകളെയാണ് അദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദിശ ആവശ്യമില്ലെങ്കിൽ അളവുകളെ നമുക്ക് എന്തെന്ന് പറയാം? അദിശ അളവുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നും എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവുകളെ സദിശ അളവുകളെന്നും, അളവുകൾക്ക് ഒപ്പം ദിശ ആവശ്യമില്ലാത്ത അളവുകളെ നമുക്ക് എന്തെന്നും പറയാം? അദിശ അളവുകൾ എന്നും പറയാം. അങ്ങനെയെങ്കിൽ സ്ഥാനാന്തരം സദിശമാണോ അദിശമാണോ? പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുവേ. PSC പരീക്ഷകൾ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ സദിശ അളവിന് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ അദിശ അളവിന് ഉദാഹരണം ഏത്? PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ പറയേണ്ടത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരം അഥവാ ഇനി നമ്മൾ പറയുന്നത്, കുട്ടി ബിയിൽ നിന്ന് 40 മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനം ഡാഷ് ആണ്. അപ്പോൾ കുട്ടി ബിയിൽ നിന്ന് 40 മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ, അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പിക്ചറിൽ പടിഞ്ഞാറ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുട്ടി പടിഞ്ഞാറോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റിലോട്ട് ബാക്കിലോട്ട് പോകണം അല്ലേ? അപ്പോൾ പടിഞ്ഞാറ് ആണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് ആണെങ്കിൽ ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത്? പടിഞ്ഞാറ് ദിശയിലോട്ട് പോകാൻ കുട്ടി എന്ത് ചെയ്താൽ മതി? ബിയിൽ നിന്ന് എയിലോട്ട് പോയാൽ മതിയാകുന്നതാണ്. അപ്പോൾ കുട്ടി ബിയിൽ നിന്ന് 40 മീറ്റർ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനം എവിടെയാണ്? എയിലാണ്. ഇപ്പോൾ കുട്ടി നിൽക്കുന്നത് എയിലാണ്. ബിയിൽ നിന്ന് മുന്നോട്ട് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം പോസിറ്റീവായി പരിഗണിക്കുകയാണെങ്കിൽ പുറകിലേക്ക് പടിഞ്ഞാറ് ദിശയിലേക്കുള്ള സ്ഥാനാന്തരം നെഗറ്റീവായി പരിഗണിക്കാം. അപ്പം നമ്മൾ ബിയിൽ മുന്നോട്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നോട്ട് പോകുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അത് നെഗറ്റീവായിട്ട് പരിഗണിക്കണം. ഇനി ഇവയെ തിരിച്ച് നമുക്കെടുക്കാം. ഇനി നമ്മൾ തിരിച്ച് പടിഞ്ഞാറ് ഭാഗം നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ കിഴക്ക് ഭാഗം നമുക്ക് ഏതായിട്ട് എടുക്കാം? നെഗറ്റീവായിട്ട് എടുക്കാം. നേരെ തിരിച്ചും എടുക്കാം. ഇനി ഒരിക്കൽ ദിശ നിർണയിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള പഠന പ്രക്രിയകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ദിശകൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. അപ്പം നമ്മൾ ഒരിക്കൽ എന്ത് ചെയ്തു? ദിശ നിർണയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി എന്ത് ചെയ്യല്ലേ? തുടർന്നുള്ള പഠന പ്രക്രിയകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ദിശകൾക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യ സ്ഥാനം ബിയും അന്ത്യസ്ഥാനം എയുമാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ കുട്ടി നിൽക്കുന്നത് എവിടെയാണ്? അന്ത്യസ്ഥാനം എ ആണ്. ആദ്യ സ്ഥാനം എവിടെയാണ്? ബി ആണ്. അതിനാൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്. ബാക്കിലോട്ടല്ലേ? അപ്പോൾ ബിയിൽ കുട്ടി ഇങ്ങോട്ട് പടിഞ്ഞാറോട്ടാണ് പോയത്. പടിഞ്ഞാറ് നമ്മൾ എന്തായിട്ട് കണക്കാക്കി? എ. അത് നെഗറ്റീവാണ്. അപ്പോൾ കുട്ടി ഇപ്പം നിൽക്കുന്നത് ഏത് സ്ഥാനമാണ്? കുട്ടി നിൽക്കുന്ന അന്ത്യസ്ഥാനം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കുട്ടിയുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. സഞ്ചാരപാതയുടെ ഘട്ടങ്ങൾ, സഞ്ചരിച്ച ദൂരം, സ്ഥാനാന്തരം, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സഞ്ചാരപാതയുടെ ഘട്ടങ്ങൾ, കുട്ടി ബിയിൽ നിന്ന് സി വരെ നേരിട്ട് പോവുകയാണ്. ബിയിൽ നിന്ന് സിയിലേക്ക്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? ബിയിൽ നിന്ന് സി വരെ 40 മീറ്ററാണ്. അപ്പോൾ സഞ്ചരിച്ച ദൂരം 40. ഇനി കുട്ടി നേർരേഖയിലാണ്, നേരെയാണ് പോകുന്നത്. ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പോസിറ്റീവാണ്. 40 മീറ്റർ. പോസിറ്റീവ് 40 മീറ്ററാണ്. ഇനി ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തി തിരികെ സിയിലെത്തുമ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? എങ്ങനെയാണ് പോയത്? ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തി. അപ്പോൾ ബി കഴിഞ്ഞു, പിന്നെ സിയിലെത്തി, പിന്നെ എവിടെ എത്തി? ഡിയിലോട്ട് പോയി. അപ്പോൾ ഇവിടെ എല്ലായിടത്തും 40 അല്ലേ? 40. അപ്പോൾ ഡിയിലെത്തി. തിരികെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, സിയിലേക്ക് വന്നു. അപ്പോൾ അവിടെയും 40. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 120 മീറ്റർ ആണ്. 120 മീറ്റർ. ഇനി ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? നമ്മൾ പറഞ്ഞു ബിയിൽ നിന്നും എങ്ങോട്ട് പോയി? ഡിയിലെത്തി. ഡിയിൽ നിന്ന് തിരിച്ച് എവിടെ വന്നു? സിയിൽ വന്നു. അപ്പോൾ സിയിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ സ്ഥാനാന്തരം
40 മീറ്റർ തന്നെയാണ്. ബിയിൽ നിന്ന് സിയിലേക്ക്, ഇപ്പോൾ ഇവിടെ കുട്ടി നിൽക്കുന്നത് എവിടെയാണ്? സിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് എത്രയാണ് ദൂരം? 40 മീറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 40 കാരണം ഇവിടെ കുട്ടി എവിടെയാണോ നിൽക്കുന്നത്, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് സി ആണ്. സിയിലോട്ട് വരുമ്പോൾ എത്രയാണ്? 40 മീറ്റർ ബിയിൽ നിന്ന് സിയിലേക്ക്. ഇനി ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തുമ്പോൾ, ബിയിൽ നിന്ന് പുറപ്പെട്ട് ബിയിൽ നിന്ന് പോയി എവിടെ? സി കഴിഞ്ഞു. എവിടെ എത്തി? ഡിയിലെത്തി. ഡിയിലെത്തുമ്പോൾ എത്രയാണ് സഞ്ചരിച്ച ദൂരം? 80 മീറ്റർ ആണ്. സഞ്ചരിച്ച ദൂരം 80 മീറ്റർ ആണ്. ഇനി സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? നേരിട്ട് ഡയറക്ഷനാണ്, ദിശ ഒരേ ദിശയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 80 മീറ്റർ ആണ്. അപ്പോൾ അതും 80 മീറ്റർ ആണ്. അതായത് ബിയിൽ നിന്ന് ഡിയിലേക്ക് 80 മീറ്റർ ഒരേ അളവിലാണ് കുട്ടി പോയിരിക്കുന്നത്. ഇനി ബിയിൽ നിന്ന് എ വരെ തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത്? ബിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബിയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? തിരിച്ച് എയിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? -40 മീറ്റർ ആണ് കുട്ടി സഞ്ചരിച്ച ദൂരം. അപ്പോൾ നമ്മൾ ദൂരം എഴുതുമ്പോൾ മൈനസ് വേണ്ട, അപ്പോൾ 40 എന്ന് എഴുതിയാൽ മതി, 40 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇനി സ്ഥാനാന്തരം എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? -40 മീറ്റർ ആണ് സ്ഥാനാന്തരം. -40 മീറ്റർ, അതായത് ബിയിൽ നിന്ന് എയിലേക്ക് -40 മീറ്റർ എന്ന് നമ്മൾ എഴുതണം. ഇനി ബിയിൽ നിന്ന് എയിലെത്തി തിരികെ ബിയിലെത്തുമ്പോൾ, ഇവിടെ ബിയിൽ നിന്ന് എവിടെ എത്തി? ബിയിലാണ് നിൽക്കുന്നത്. ബിയിൽ നിന്ന് എവിടേക്ക് പോയി? ബിയിൽ നിന്ന് എയിലേക്ക് പോയി തിരിച്ച് എവിടെ എത്തുന്നു? വീണ്ടും തിരിച്ച് ബിയിലെത്തുന്നു. അപ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് എത്രയാണ്? 40. അതുപോലെ ബിയിൽ നിന്ന് എയിലേക്ക് 40. അതേപോലെ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് 40. ദൂരത്തിന് എന്തില്ല, നമ്മൾ ചിഹ്നം കൊടുക്കേണ്ട, പോസിറ്റീവോ നെഗറ്റീവോ പറയുന്നില്ല. അപ്പോൾ ഇവിടെ എത്ര കൂട്ടുമ്പോൾ 80 കിട്ടും. 80 ആണ്. ഇവിടത്തെ സഞ്ചരിച്ച ദൂരം 80 ആണ്. ഇനി ഇവിടത്തെ ബിയിൽ നിന്ന് എയിലേക്കുള്ള ആ ഒരു സ്ഥാനാന്തരം നമ്മൾ പറഞ്ഞു അതായത് ആദ്യം പോകുന്ന ആ ഒരു ആദ്യത്തെ ആ ഒരു സഞ്ചാരപാത, അതുപോലെ തന്നെ ആദ്യ സ്ഥാനം, അതുപോലെ നമ്മൾ എന്താണ്? അന്ത്യസ്ഥാനം. ഇവിടെ ആദ്യ സ്ഥാനം ഏതാണ്? ആദ്യ സ്ഥാനം ബിയിൽ നിന്ന് എയിലെത്തി തിരികെ എവിടെ വന്നു? അപ്പോൾ ആദ്യ സ്ഥാനം ബി ആയിരുന്നു. ബിയിൽ നിന്നാണ് എയിലോട്ട് വന്നത്. ഇനി തിരികെ എവിടെ എത്തി? ബിയിൽ തന്നെ എത്തി. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ സ്ഥാനാന്തരം നിന്നടത്ത് തന്നെ വരികയാണ്. അപ്പോൾ സ്ഥാനാന്തരം എത്രയാണ്? 0 അപ്പോൾ ഇതാണ് ഇത് നമ്മൾ പറഞ്ഞ ആ ഒരു പട്ടിക. കുട്ടി എയിൽ നിന്ന് ഡിയിലെത്തിയ ശേഷം എയിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ കുട്ടി എയിൽ നിന്ന് ഡിയിലെത്തിയ ശേഷം എയിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ആദ്യം എയിൽ നിന്ന് ഡിയിലെത്തി, പിന്നെ വീണ്ടും ഡിയും സിയും ബിയും കഴിഞ്ഞ് വീണ്ടും എവിടെ എത്തി? എയിലെത്തി. അപ്പോൾ എയിൽ നിന്ന് ഡി വരെ 120 മീറ്ററാണ്. 120 മീറ്റർ. തിരിച്ച് എ വരെ എത്രയാണ്? 120 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 240 മീറ്ററാണ് കുട്ടി സഞ്ചരിച്ച ദൂരം. എങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും നോക്കിയാൽ മാത്രം മതി. ആദ്യ സ്ഥാനം കുട്ടി എവിടെയാണ് നിൽക്കുന്നത്? എയിലാണ്. വീണ്ടും എവിടെയായി? എയിൽ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ എത്രയാണ്? 0 ആണ്. 0 അപ്പോൾ ഇവിടെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും ഒന്നായതുകൊണ്ട് അവിടെ 0. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ കുറവോ 0 ആകാം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവിൻ്റെ പ്രത്യേകത എന്താണ്? അതൊന്നുകിൽ ആ വസ്തുവിൻ്റെ സഞ്ചരിച്ച ദൂരത്തിന് തുല്യമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ സഞ്ചരിച്ച ദൂരത്തിന് കുറവായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ 0 അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായി വരുന്ന സന്ദർഭം നമുക്ക് നമ്മൾ ആ ഒരു ഇതിൽ നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും നമ്മൾ പട്ടികയിൽ നോക്കാം. സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമാകുന്നത് എവിടെയൊക്കെയാണ്?
നമ്മൾ പറഞ്ഞ ബിയിൽ നിന്ന് പുറപ്പെട്ട് ഡിയിലെത്തുമ്പോൾ എത്രയാണ്? സഞ്ചരിച്ച ദൂരം 80 സ്ഥാനാന്തരം 80. ബിയിൽ നിന്ന് സി വരെ നേരിട്ട് 40, സ്ഥാനാന്തരവും 40. പിന്നെ ഏതാണ്? ബിയിൽ നിന്ന് എ വരെ നമുക്ക് അത് ബിയിൽ നിന്ന് എയിലോട്ട് പോകുമ്പോൾ 40, സഞ്ചരിച്ച ദൂരം 40. ഇവിടെ സ്ഥാനാന്തരവും എത്രയാണ്? -40. അപ്പോൾ ഇതാണ് തുല്യമായിട്ട് വരുന്ന സംഭവങ്ങൾ. ഇനി ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്ന് ക്യൂ വഴി സഞ്ചരിച്ച 2 വ്യത്യസ്ത പാതകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെ 2 ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രം 2.2, അതായത് ചിത്രം 2.2 ആദ്യം കാണുന്ന ഈ ചിത്രം 2.2A. ചിത്രം 2.2Aയിൽ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ സ്ഥാനാന്തരം എത്ര? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സഞ്ചരിച്ച ദൂരം കാണാൻ നമുക്ക് പി, അതുപോലെ QR, PQR, ഇത് ടോട്ടലാണ് നമ്മൾ സഞ്ചരിച്ച ദൂരം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പിയിൽ നിന്ന് R വരെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 60, 40, അതായത് 100 മീറ്ററാണ്. ഇവിടത്തെ 100 മീറ്ററാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? സഞ്ചരിച്ച ദൂരം പിയിൽ നിന്ന് ക്യൂ വരെ. അപ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയാണ്? സഞ്ചരിച്ച ദൂരം 100 മീറ്ററാണ്. 100 മീറ്ററാണ്. ഇനി ഇതിൽ സ്ഥാനാന്തരം എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയാണ്? പി അതുപോലെ 6, ഇത് ഇങ്ങനെ നേരിട്ട് വരുന്നതാണ് സ്ഥാനാന്തരം. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 80. ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ പോകുന്നത് സ്ഥാനാന്തരം. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരം എത്രയാണ്? 80 മീറ്ററാണ്. ഇനി ചിത്രം 22Bയിൽ സഞ്ചരിച്ച ദൂരം എത്ര? സഞ്ചരിച്ച ദൂരം ഇവിടെ എത്രയാണ്? 60, 40, 100. ഇനി ഇവിടെ ടോട്ടൽ സഞ്ചരിച്ച ദൂരം ചോദിക്കുകയാണെങ്കിൽ എത്ര നമുക്ക് പറയാം? 60, 40, 100, 180 മൊത്തത്തിൽ. പക്ഷേ ഇവിടുത്തെ സ്ഥാനാന്തരം നമുക്ക് എത്ര പറയാൻ പറ്റുള്ളൂ? 80 സ്ഥാനാന്തരം. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? സ്ഥാനാന്തരവും 100 തന്നെയാണ്. അതുപോലെ സഞ്ചരിച്ച ദൂരവും എത്ര തന്നെയാണ്? 100 തന്നെയാണ്. ഇവിടെ ഏത് സന്ദർഭത്തിലാണ് സ്ഥാനാന്തരത്തിൻ്റെ അളവും ദൂരത്തിൻ്റെ അളവും തുല്യമായത്? അപ്പോൾ ഈ രണ്ടാമത്തെ ചിത്രത്തിലാണ് സ്ഥാനാന്തരത്തിൻ്റെ അളവും ഏതിൻ്റെ അളവും ദൂരത്തിൻ്റെ അളവും തുല്യമായതെന്ന് നമുക്ക് പറയാം. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത്. അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. ഒരു വസ്തു എന്ത് ചെയ്യണം? നേർരേഖയിൽ പോകണം, ഒരേ ദിശയിലായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പറയത്തുള്ളൂ സ്ഥാനാന്തരവും അതുപോലെ ദൂരവും ഒന്നാവുകയുള്ളൂ എന്ന് നമുക്ക് പറയാം. ഒരാളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ദൂരം, സ്ഥാനാന്തരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടിക 2.2 രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ് ദൂരം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചരിച്ച ഒരു ദിശ, ഒരേ പാത മാത്രമല്ല ഒരേ ദിശയിലായിരിക്കണം സഞ്ചാരം. അപ്പോൾ ദിശയിലും ഇവിടെ ഒരേ ദിശയിലാണ് സ്ഥാനാന്തരം പറയുന്നത്. അപ്പോൾ സഞ്ചരിച്ച പാതയുടെ ആകെ നീളം ഇവിടെ പറയുമ്പോൾ സഞ്ചരിച്ച പാതയുടെ ദിശ കൂടി ഇവിടെ എന്ത് ചെയ്യുന്നു? പാതയുടെ നീളവും അതുപോലെ ദിശയും കൂടി സ്ഥാനാന്തരത്തിൽ പറയുന്നുണ്ട്. ഇനി ദൂരം പറയുമ്പോൾ നമുക്ക് പറയാം എന്താണ്? ദൂരം എന്ന് പറയുന്നത് സഞ്ചരിച്ച ആകെ നീളം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം തന്നെ നമ്മൾ എന്തിൽ പറയും? ദൂരത്തിൽ പറയും. അത് എത്രയാണ്? എത്ര വേണമെങ്കിലും ആകാം. സഞ്ചരിച്ച ആകെ ദൂരം ചിലപ്പോൾ 100 ആവാം, ചിലപ്പോൾ 200 ആവാം, അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. എന്നാൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ 0 ആകാം, 0വും ആകാം. ഇനി ദൂരം എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. ദൂരം അദിശ അളവാണ്. എന്നാൽ സ്ഥാനാന്തരം എന്താണ്?
സദിശ അളവാണ്. അപ്പോൾ ഇതൊക്കെ PYQ എക്സാമുകൾക്കെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് സദിശ അളവാണോ അദിശ അളവാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദൂരം സദിശ അളവാണോ അദിശ അളവാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ സ്ഥാനാന്തരത്തിന് ഉദാഹരണം എഴുതുക. സ്ഥാനാന്തരത്തിനല്ല, സദിശ അളവിന് ഉദാഹരണം, അതിൽ സ്ഥാനാന്തരം വരാം, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അദിശ അളവ് തന്നിട്ട് ദൂരം, സ്ഥാനാന്തരം ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റു ചില ഭാഗങ്ങളുമാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു സ്കൂള്, ആ സ്കൂളിലെ ക്ലാസ് റൂമുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് റൂം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം? ഒന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും ഒരു ക്ലാസ് റൂമാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഇവിടെ 9B എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് ചിത്രത്തിലോട്ട് വരാം. ഇന്റർവെൽ സമയത്ത് 9B ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം സ്കൂൾ ഗാർഡനിലെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ സമീപവും തുടർന്ന് സ്കൂൾ ഓഫീസ് വഴി തിരികെ ക്ലാസ്സിലും എത്തി എങ്കിൽ കുട്ടിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി, കാര്യം നമുക്ക് പിടികിട്ടി. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു? 9B ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തുമ്പോൾ ദൂരം എത്ര? 9B ക്ലാസ് നമുക്ക് നോക്കാം. ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റ് ചില ഭാഗങ്ങളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടു, ചില ക്ലാസ് റൂമുകളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത് 9B ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം എന്ത് ചെയ്തു? സ്കൂൾ ഗാർഡനിലെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ സമീപവും തുടർന്ന് സ്കൂൾ ഓഫീസ് വഴി തിരികെ ക്ലാസ്സിലും എത്തി എങ്കിൽ ഒരു കുട്ടിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് സ്റ്റാഫ് റൂം തന്നിട്ടുണ്ട്. പിന്നെ എവിടെയാണ്? സ്കൂളിൻ്റെ എവിടെയാണ്? ഓഫീസ് റൂമും തന്നിട്ടുണ്ട്. ഓഫീസ് റൂമും സ്റ്റാഫ് റൂമുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ കുട്ടിയുടെ മൊത്തം സഞ്ചാരപാത എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? കുട്ടിയുടെ സഞ്ചാരപാത, ദൂരം, സ്ഥാനാന്തരം എത്രയാണെന്ന് കണ്ടെത്തണം. 9B ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലെത്തുമ്പോൾ എത്രയാണ് ദൂരം? 9B ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂം വരെയുള്ള ദൂരം എത്രയാണ്? ഇതാണ് 9B ക്ലാസ്. ഇവിടെ നിന്ന് സ്റ്റാഫ് റൂം വരെയുള്ള ദൂരം 15 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 15 മീറ്റർ, ഇങ്ങോട്ട് പോകുമ്പോൾ കിഴക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇത് ഒരു ദിശ കൂടി ഇരിക്കട്ടെ, അത് നമുക്ക് എവിടെ വേണം? സ്ഥാനാന്തരത്തിന് വേണം. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറഞ്ഞ് സഞ്ചരിച്ച ദൂരം 15 മീറ്റർ ആണ്. സ്ഥാനാന്തരം എത്രയാണ്? 15 മീറ്റർ. കിഴക്കാണ് കുട്ടി സഞ്ചരിച്ചത്. 9B ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂം വഴി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അരികിലെത്തുമ്പോൾ 9B ക്ലാസ്സിൽ നിന്ന് എവിടെ എത്തി? സ്റ്റാഫ് റൂം എത്തി. അവിടെ നിന്ന് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ അരികു വരെ എത്തി. അപ്പോൾ ഇവിടെ എത്രയാണ്? 15 എത്രയും 70 കൂടി കൂട്ടി കുട്ടിയുടെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 85 മീറ്റർ ആണ്. അപ്പോൾ ഇപ്പോൾ കുട്ടിയുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പറഞ്ഞു ഇവിടെ വരെ എത്തുമ്പോൾ എത്രയാണ്? 85 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം എത്ര? അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? ഇവിടുത്തെ സ്ഥാനാന്തരം വന്നിട്ട് ഇതാ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ, അതായത് നേർരേഖയിലായിരിക്കണം സ്ഥാനാന്തരം പറയേണ്ടത്. 60 മീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം നമ്മൾ പറയുന്നു 60 മീറ്റർ ആണ് സ്ഥാനാന്തരം. ഇനി 9B ക്ലാസ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ 9B ക്ലാസ് റൂമിലോട്ട് തിരിച്ചെത്തുമ്പോൾ സഞ്ചരിച്ച ദൂരം എത്ര? 9B ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ നമുക്ക് നോക്കാം എത്രയാണെന്ന്. അപ്പോൾ 9B ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ എത്രയാണ്? 70ഉം 60ഉം എത്ര? നമുക്ക് പറയാം 130, 145, പിന്നീട്
അപ്പോൾ 9B ക്ലാസ്സിലേക്ക് തിരിച്ചെത്തുമ്പോഴുള്ള ആകെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 145 അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സ്ഥാനാന്തരം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് സ്ഥാനാന്തരം 0 അപ്പം നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്ത്, അതായത് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തുല്യമായാൽ അവിടെ എന്താണ് സ്ഥാനാന്തരം പറയുന്നത്? 0 എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പ്രവേഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പ്രവേഗമെന്ന് നോക്കാം. ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ സഞ്ചാരപാതയുടെ ചിത്രീകരണം തന്നിട്ടുണ്ട്. കുട്ടി സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പി എന്ന സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച കുട്ടി ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ 18 സെക്കൻഡ് സമയമെടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്? പി എന്ന സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ചു. എവിടെ എത്താനായിട്ടാ? ക്യൂ വഴി എവിടെ എത്തിച്ചേർന്നു? ആറിലെത്താനെടുത്ത സമയമാണ്. മൊത്തത്തിൽ എത്ര സമയമെടുത്തു? 18 സെക്കൻഡ് സമയമെടുത്തു. പിയിൽ നിന്ന് ക്യൂ വഴി ആർ എന്ന സ്ഥലത്തെത്താൻ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര? അപ്പോൾ ഇവിടെ ആകെ ദൂരം പറയാനാണെങ്കിൽ നമുക്കിതെല്ലാം കൂടി ചേർത്തങ്ങ് പറഞ്ഞാൽ മതി. എത്രയാണ്? 40ഉം 50ഉം 40ഉം 50ഉം, അതായത് 90 മീറ്റർ. 90 മീറ്റർ ആണ് പി എന്ന സ്ഥലത്ത് നിന്ന് ക്യൂ വഴി ആറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്രയാണെന്ന്, പിയിൽ നിന്ന് ക്യൂ വഴി ആർ എന്ന സ്ഥലത്ത് എത്താൻ കുട്ടി സഞ്ചരിച്ച ദൂരമാണ് നമ്മൾ പറഞ്ഞ 90 മീറ്റർ. ഇനി കുട്ടി പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്ര? ഇവിടെ പിയിൽ നിന്ന് ക്യൂ വഴി ആറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടിയുടെ വേഗം എത്രയാണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എത്ര സെക്കൻഡ് ആണെന്ന് പറഞ്ഞു? 18 സെക്കൻഡ് എന്ന് പറഞ്ഞു. ഇനി കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് പി മുതൽ ആർ വരെ സ്ഥാനാന്തരം കണക്കാക്കുന്നത്. പി മുതൽ ആർ വരെ എത്രയാണ്? 72 മീറ്ററാണ് ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 72 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചത് 18 സെക്കൻഡ് സമയം കൊണ്ടല്ലേ? അപ്പോൾ 18 കുട്ടിയുടെ വേഗത എത്രയെന്ന് നമ്മൾ പറഞ്ഞു? 18 സെക്കൻഡ് സമയമാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 72 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചത് എത്ര സമയം കൊണ്ട്? 18 സെക്കൻഡ് സമയം കൊണ്ടാണ്. എങ്കിൽ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം എത്ര? അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കാണാൻ സ്ഥാനാന്തരം ഭാഗം സമയം. അപ്പോൾ ഇവിടെ 72 ഭാഗം 18 അല്ലേ? 72 ഭാഗം 18 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ് അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ് 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രവേഗം കണ്ടെത്തിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ദിശ ഏതാണ്? ഇനി ദിശ പറയുകയാണെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം? പി ആർ, ആർ പി, അതുപോലെ പി ക്യു ആർ. ഏതാണ് ഇതിൻ്റെ ദിശ എന്ന് പറയുന്നത്? ദിശ എന്ന് പറയുമ്പം നമുക്ക് ദിശ പറയുന്നത് നമ്മൾ സ്ഥാനാന്തരത്തിലാണ് ദിശ പറയുന്നത്. അപ്പം നമുക്കിവിടെ പറയാവുന്ന ദിശ ഏതാണ്? പി ആർ ആണ്. പി ആർ ആണ് ഇതിൻ്റെ ദിശ. സ്ഥാനാന്തരത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ദിശ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ സ്ഥാനാന്തരത്തിൻ്റെ ദിശയും പ്രവേഗത്തിൻ്റെ ദിശയും എന്താണ്? ഒന്ന് തന്നെയാണ്. ഇനി പ്രവേഗത്തിൻ്റെ യൂണിറ്റ്, പ്രവേഗത്തിൻ്റെ അടുത്ത് നമ്മൾ പ്രവേഗം കാണാൻ പോവുകയാണ്. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് അവിടെ നിൽക്കട്ടെ. പ്രവേഗമാണ് കാണുന്നത്. അപ്പോൾ പ്രവേഗം കാണണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവേഗം കാണാനായിട്ട് നമ്മൾ എന്ത് കണ്ടാൽ മതി? ഇപ്പോൾ പ്രവേഗമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്? സ്ഥാനാന്തരം ഭാഗം സമയം. സ്ഥാനാന്തരം ഭാഗം സമയം. അതാണ് എന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഷോർട്ട് കട്ടിൽ പറയും V = S/T. ഇതാണ്
എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പ്രവേഗത്തിൻ്റെ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഭാഗം സമയത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഭാഗം സമയത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എത്രയാണ്? അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 90 ആണ്. അതുപോലെ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 18 സെക്കൻഡാണ്. അപ്പോൾ 90 ഭാഗം 18 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 5 മീറ്റർ പെർ സെക്കൻഡ്. 90 ഭാഗം 18 എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. അപ്പോൾ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗം ഒരു സദിശ അളവാണ്. പ്രവേഗം എന്താണ്? ഒരു സദിശ അളവാണ്. നമ്മൾ നേരത്തെ സ്ഥാനാന്തരം പറഞ്ഞു, സദിശ അളവെന്ന് പറഞ്ഞതുപോലെ പ്രവേഗവും എന്ത് തന്നെയാണ്? സദിശ അളവാണ്. പ്രവേഗം ഒരു സദിശ അളവാണ്. അതുപോലെ സ്ഥാനാന്തരം സദിശ അളവാണ്. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ. സ്ഥാനാന്തരത്തിൻ്റെ ദിശ തന്നെയാണ് ഏതിൻ്റെ ദിശയും? പ്രവേഗത്തിൻ്റെ ദിശ. ഇതിന് രണ്ടിനും നമ്മൾ എന്ത് പറയുന്നുണ്ട്? ദിശ പറയുന്നുണ്ട്. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെ ദിശ. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എന്തിനെ ആശ്രയിക്കുന്നില്ല? അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു സഞ്ചരിച്ച ആകെ സമയം ആണ് നമ്മൾ വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയമാണ് പ്രവേഗത്തിന് കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ സ്ഥാനാന്തരത്തിന് എന്ത് മാത്രം കണക്കാക്കിയാൽ മതി? അതിൻ്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. ആര്? വസ്തുവിനുണ്ടാകുന്ന സഞ്ചാരപാതയെ ആരാശ്രയിക്കുന്നില്ല? സ്ഥാനാന്തരം ആശ്രയിക്കുന്നില്ല. ഇനി പാഠാരംഭത്തിൽ കുട്ടി ഉന്നയിച്ച സംശയം ഇനി പരിഗണിക്കാം. അപ്പം നമ്മൾ ആ ട്രെയിനിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ ആ നീളത്തോടു കൂടിയാണ് ഈ ഒരു പാഠഭാഗം ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നീർപ്പാലം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? 800 മീറ്റർ. എത്ര മീറ്റർ? പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്റർ ആണ്. ആ 800 മീറ്റർ നീളമുള്ള പാലമാണ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 200 മീറ്റർ ആണ്. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ നമ്മൾ പറയും എന്താണ്? 800 മീറ്റർ പാലത്തിൻ്റെ നീളം, 800 മീറ്റർ 200 മീറ്റർ ആരുടെ നീളം? ട്രെയിനിൻ്റെ നീളം. ഇവിടുത്തെ സ്ഥാനാന്തരമാണ് നമ്മൾ കണക്കാക്കുന്നത്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? പാലത്തിൻ്റെ നീളം പ്ലസ് ട്രെയിനിൻ്റെ നീളം, അതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അതായത് 800 പ്ലസ് 200, 800 അധികം 200, അതാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാനാന്തരം കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പം നമുക്ക് എത്ര കിട്ടും? 1000 എന്ന് കിട്ടും. 1000 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടുത്തെ പ്രവേഗം എത്രയാണ്? പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡാണ്. 20 മീറ്റർ പെർ സെക്കൻഡാണ് പ്രവേഗം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് കണക്കാക്കേണ്ടത് എന്താണ്? സമയമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ സമയം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? സമയം കാണാൻ വേണ്ടി സ്ഥാനാന്തരം ബൈ പ്രവേഗം കണ്ടാൽ മതി. അപ്പോൾ സ്ഥാനാന്തരം എത്രയാണ്? 1000 ആണ്. 1000 ബൈ എത്ര കാണണം? 20 മീറ്റർ പെർ സെക്കൻഡ് കാണണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 2 0 പോയി 100ൽ 2. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടും? 50 എന്ന് കിട്ടും. 50
സെക്കൻഡാണ് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇനി ഇതുപോലെ ഈ 2 കണക്ക് കൂടി ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.